സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 8th ഹിന്ദി യൂണിറ്റ് 5-ലെ സെക്കൻഡ് ചാപ്റ്റർ സിറിയാക്കി ബേട്ടിയിലെ പാർട്ട് 3 ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഷായദ് യേ സവാൽ മേരെ ചെഹരെ പർ ജലക് ഉഡാത്ത അതുവരെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫ് वो बोली कि माम की तबीयत ठीक नहीं है, मैं जाऊंगी तो कुछ मदद हो जाएगी. मैं जो भी सोच रही थी वो जानती थी, चली जा रही थी. मेरे बिना कुछ पूछे वो बता रही थी तो सोचा और बात तो करो. उसके आजू बाजू के शहरों में युद्ध का शोर था. उसकी माम का शहर यूं तो सुरक्षित था, शांत था, पर वहाँ भी डॉक्टर के पास जाना मुश्किल काम था. वहाँ के लोग एक डर के साये में जी रहे थे. जाने कहाँ कब क्या हो जाएगा कल्पना नहीं कर सकते थे. अपना घर बार छोड़कर बाहर जाना तो और मुश्किल था, मगर उसने फिर भी तय किया कि वो माँ पिता के पास जाएगी. विमान तो छोड़ो, टैक्सी या बस की यात्रा भी सुरक्षित नहीं बची थी. നോക്കാം. വോ ബോലി, ആ പെൺകുട്ടി പറഞ്ഞു, ലേഖയോട് പറയണേ, മാം കി തബിയത്ത് ടീക്ക് നഹി ഹേ, അമ്മയുടെ ആരോഗ്യം അത്ര ശരിയല്ല. മൈ ജാവുങ്കോ തോ കുച്ച് മദത് ഹോ ജായകി, ഞാൻ അമ്മയുടെ അരികിൽ പോവുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാമായിരുന്നു. മദത് കർണ, ഹെൽപ്പ് ചെയ്യുക. മൈ ജോ ബി സോച്ച് രഹി തി വോ ജാൻതി ചലി ജാ രഹി തി. മൈ ജോ ബി സോച്ച് രഹി തി, ഞാൻ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്, വോ ജാൻതി ചലി ജാ രഹി, അതവൾ അറിഞ്ഞതുപോലെ പറയാൻ തുടങ്ങി. മേരെ ബിനാ കുച്ച് പൂച്ചേ വോ ബതാ രഹി തി തോ സോച്ച ഔർ ബാത്ത് കരു. ഞാൻ ചോദിക്കാതെ തന്നെ അവർ ഇത് പറഞ്ഞപ്പോൾ അവളോട് കുറച്ച് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഉസ്കെ ആജു ബാജു കെ ശഹരോ മേ യുദ്ധ കാ ശോർ താ, ഉസ്കി മാം കാ ശഹർ യൂം തോ സുരക്ഷിത് താ. ഉസ്കെ ആജു ബാജു കെ ശഹരോമേം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തടുത്തുള്ള പട്ടണങ്ങളിലൊക്കെ യുദ്ധ കാ ശോർത്ത, യുദ്ധത്തിൻ്റെ ബഹളമായിരുന്നു. ഉസ്കി മാം കാ ശഹർ, അവരുടെ അമ്മയുടെ ആ പട്ടണത്തിൽ യൂം തോ സുരക്ഷിത, ഇപ്രകാരം സുരക്ഷിതമാണ്. ശാന്തത, ശാന്തമായിരുന്നു. പർ വഹാം ബി ഡോക്ടർ കെ പാസ് ജാന മുഷ്കിൽ കാം ത, എങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വഹാം കെ ലോഗ് ഏക് ഡർ കെ സായേ മേ ജി രഹേ തെ, അവിടെയുള്ള എല്ലാ ആൾക്കാരും ഭയത്തിൻ്റെ നിഴലിൽ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഡർ കെ സായേ മേം എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ നിഴലിൽ. ജാനെ കഹാം കബ് ക്യാ ഹോ ജായേഗ കൽപ്പന നഹീ കർ സക്തെ, എവിടെ പോകും, എപ്പോൾ, എന്ത് സംഭവിക്കും എന്നൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അപ്പന ഗർ ബാർ ചോടുക്കർ ബാഹർ ജാന തോ ഔർ മുഷ്കിൽ ഥ, തൻ്റെ വീട് ഉപേക്ഷിച്ച് പുറത്തു പോവുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മുഷ്കിൽ, ബുദ്ധിമുട്ട്. മഗർ ഉസ്നെ ഫിർ ബി തയ് കിയ കി വോ മാം പിതാ കെ പാസ് ജായേഗി, എങ്കിലും അവർ വീണ്ടും തീരുമാനിച്ചു. തൈ കർണ, തീരുമാനിച്ചു. വോ മാതാപിതാ കെ പാസ് ജായേഗി, എന്ത് വന്നാലും ആ പെൺകുട്ടി അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകും എന്ന് തന്നെ തീരുമാനിച്ചു. വിമാൻ തോ ചോടോ, ടാക്സി യാ ബസ് കി യാത്ര ബി സുരക്ഷിത് നഹീം ബജി, വിമാനം ഒഴിച്ച് ടാക്സി അതുപോലെ തന്നെ ബസ്സിലും യാത്ര ചെയ്യുന്നതും അത്ര സുരക്ഷിതമല്ല എന്നും മനസ്സിലാക്കി. പ്രധാനപ്പെട്ട വാക്കിൻ്റെ അർത്ഥം തബിയത്ത്, ആരോഗ്യം, മദത്, ഹെൽപ്പ്, ആജു ബാജു എന്ന് പറഞ്ഞാൽ അകൽ ബഗൽ, അടുത്തുള്ള എന്നർത്ഥം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. एक अजनबी के सामने वो यह सब बोल रही थी, मैं इसे समझने की कोशिश कर रही थी और मुझे ये सुनकर अच्छा ही लग रहा था. उसकी मुश्किलों के आगे मेरे विमान के लेट होने वाली समस्या चींटी के बराबर लगने लगी. मुझे तो सिर्फ 24 घंटे देर से आने वाली फ़्लाइट की चिंता थी और जब मुंबई पहुंचेगी तो एक टैक्सी वहाँ मेरा इंतज़ार कर रही होगी. बाबा घर पर ही मेरे इंतज़ार में रुकने वाले थे. माँ ने घर पर गरम गरम पोहा तैयार कर रखा होगा. मेरा सवाल 24 घंटे का था, पर उसका വായിച്ചു നോക്കാം. ഏക് അജനബി കെ സാമനെ, അജനബി എന്ന് പറഞ്ഞാൽ അപരിചിതയായ, കെ സാമനെ എന്ന് പറഞ്ഞാൽ മുന്നിൽ, വോ ഏക് സബ് ബോൾ രഹി തി, ഒരു അപരിചിതയായ ഒരാളുടെ മുന്നിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത് എന്നർത്ഥം. മൈ ഇസെ സമച്ചനേക്ക് കോശിഷ് കർ രഹി തി, ഞാൻ പതുക്കെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു.
और मुझे ये सुनकर अच्छा ही लग रहा था. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ലതായി തോന്നിയിരുന്നു. उसकी मुश्किलों के आगे मेरे विमान के लेट होने वाली समस्या चींटी के बराबर लगने लगी. उसकी मुश्किलों के आगे എന്ന് പറഞ്ഞാൽ അവരുടെ ആ ബുദ്ധിമുട്ടിൻ്റെ മുന്നിൽ എൻ്റെ മുന്നിലെ വിമാനം ലേറ്റായിട്ടുള്ള ആ പ്രശ്നം ചീണ്ടിക്ക് ബരാബർ ലഗിനിലേക്കി എന്ന് പറഞ്ഞാൽ ഉറുമ്പിന് സമമായി എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയും പ്രയാസവും വെറുമൊരു ഉറുമ്പിന് സമമായി എന്ന് തോന്നുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രയാസം അവരുടെ മുന്നിൽ ഒന്നുമല്ല. മുझे तो सिर्फ 24 घंटे देर से आने वाली ഫ്ലൈറ്റ് की ചിന്ത थी. എനിക്ക് കേവലം 24 മണിക്കൂർ ശേഷം വരുന്ന ആ ഫ്ലൈറ്റിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. और जब मुंबई पहुंचेगी तो एक टैक्सी वहाँ मेरा इंतजार कर रही होगी. മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ടാക്സി എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും എന്ന് ഞാൻ ഓർത്തു. ബാബ ഘർ पर ही मेरे इंतजार में रुकने वाली है. അച്ഛൻ വീട്ടിൽ എന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. മാം നെ ഘർ पर गरम गरम पोहा तैयार कर रखा होगा. അമ്മയാവട്ടെ വീട്ടിൽ ഗരം ഗരം പോഹ ചൂടുള്ള നല്ല പലഹാരം, അതായത് അവിൽ കൊണ്ടുള്ള പലഹാരം, പോഹ എന്ന് പറഞ്ഞാൽ പലഹാരം, തയ്യാർക്ക രേഖ ഹോഗ തയ്യാറാക്കി വച്ചിട്ടുണ്ടാകും. മേരാ സവാൽ 24 ഘണ്ടെ കാ ഥ. എൻ്റെ ചോദ്യം കേവലം 24 മണിക്കൂറിൻ്റെത് മാത്രമാണ്. പർ ഉസ്ക എന്നാൽ അവളുടേതോ എന്ന് ലേഖിക മനസ്സിലാക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട വേർഡ് മീനിങ് അജനബി എന്ന് പറഞ്ഞാൽ അപരിചിത്, പരിചയമില്ലാത്ത, ചീണ്ടി ഉറുമ്പ്, പോഹ അവിൽ കൊണ്ടുള്ള പലഹാരം. നെക്സ്റ്റ് പാരഗ്രാഫ്. ऊपर से उसके साथ एक छोटा सा बच्चा है. वो युद्ध के मुंह में जा रही है. अपने माँ पिता का ख्याल रखने. इन सब के बावजूद वो इतनी शांत थी कि मेरा कार्ड न चला तो उसने मुझे पानी पेश किया. ऊपर से उसके साथ एक छोटा सा बच्चा. അവരുടെ കൈവശം ഒരു ചെറിയ കുട്ടിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവോ യുദ്ധയ്ക്ക് മൂമേ ജാ രഹി ഹെ. അവർ യുദ്ധഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ലേഖിക മനസ്സിലാക്കുന്നു. അപ്പനെ മാം പിതാക്ക ക്യാരകിനെ, തൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുവാൻ വേണ്ടി എന്ന് പറയാം. ഇൻ സബ്ക്കെ ബാവജൂദ്. ഇൻ സബ്ക്കെ ബാവജൂദ് എന്ന് പറഞ്ഞാൽ കെ ഹോനെ പർബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ട് കൂടിയും എന്നർത്ഥം. കെ ബാവജൂദ് അങ്ങനെയായിട്ട് കൂടിയും. വോ ഇത്തനി ശാന്തി, അവർ അത്രയും ശാന്തത ഉള്ളവളായിരുന്നു. മേരാ കാർഡ് ന ചലാത്തോ ഉസ്നെ മുझे പാനി പേശ് കിയ. എൻ്റെ കാർഡ് ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ പോലും ഒരു ബോട്ടിൽ വെള്ളം തരാനുള്ള ആ നല്ല മനസ്സുള്ള ആ പെൺകുട്ടിയെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്ന അനുഭവത്തെക്കുറിച്ചുള്ള ലേഖികയുടെ ഒരു ഡയറി നമുക്കിവിടെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഭാഗം. കുച്ച് ദിനോं के बाद उसी शहर की युद्ध की खबरें आने लगी. गिरते घर और जलती इमारतों की फोटो आने लगी. यानी अब उसका शहर भी सुरक्षित नहीं रह गया था. कुछ दिनों के बाद കുറച്ച് നാൾക്ക് ശേഷം ഉസി ഷഹർക്കി ആ പട്ടണത്തിലെ യുദ്ധക്ക് ഖബരേം ആനലകി യുദ്ധത്തിൻ്റെ വാർത്തകളൊക്കെ വരാൻ തുടങ്ങി. ഗിർത്തെ ഗർ और ജൽത്തി ഇമാരത്തേം വീണ് പൊളിയുന്ന വീടുകളും അതുപോലെ തന്നെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കത്തിക്കരിയുന്ന ബിൽഡിങ്ങുകളും അതിൻ്റെയൊക്കെ ഫോട്ടോകളും വരാൻ തുടങ്ങി. യാനി അബുസ്ക ഷഹർ ബി സുരക്ഷിത് നഹീ രഹ് ഗയി. അതായത് ഇപ്പോൾ അവരുടെ ആ പട്ടണത്തിനും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കാം. മേരി ആങ്കോ മേ ഉസ്കെ ചോട്ടെ സെ ബच्चे की आंखें चूल गई. मैंने सोचा ऐसे कितने ही बच्चे वहाँ होंगे और कितनी ही बेटियाँ होंगी. अपने माँ पिता का ख्याल रखने और कितने ही होंगे जो चाह कर नहीं जा पाए होंगे और कितने पहुँच ही न पाए होंगे. മേരി ആങ്കോമെ ഇവിടെ ലേഖികയുടെ ആ കണ്ണുകളിൽ, ഉസ്കെ ചോട്ടെ ബച്ചയ്ക്ക് ആംഖേൻ ചൂൽഗൈ എന്ന് പറഞ്ഞാൽ ആ ചെറിയ കുട്ടിയുടെ കണ്ണുകൾ മാറി മറിയാൻ തുടങ്ങി. മൈനെ സോച്ച, അപ്പോൾ ലേഖിക ചിന്തിച്ചു, ഐസെ കിത്തനെ ഹി ബച്ചെ വഹാ ഹോഗെ, അങ്ങനെ എത്രത്തോളം കുട്ടികൾ അവിടെ ഉണ്ടായിരിക്കും. കിത്തനെ ഹി ബേട്ടിയാ ഹോങ്കി, എത്രത്തോളം പെൺമക്കൾ അവിടെ ഉണ്ടാകും. അപ്പനെ മാതാപിതാക്ക ക്യാ രഖിനെ, അവരവരുടെ അച്ഛനമ്മമാരെ രക്ഷിക്കുവാൻ വേണ്ടി എത്ര മക്കൾ അവിടെ ഉണ്ടായിരിക്കും. കിത്തനെ ഹി ഹോങ്കെ, എത്രത്തോളം ഉണ്ടാകും. ജോ ചാഹിക്കർ നഹീം പായെ ഹോഗെ और कितने पहुंच ही न पाए होगे. ഞാൻ പലതും ചിന്തിച്ചു, എത്ര ശ്രമിച്ചിട്ടും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത എത്ര പേരുണ്ടാകും എന്നൊക്കെ പലതും ചിന്തിക്കാൻ തുടങ്ങി. ലാസ്റ്റ് പാരഗ്രാഫും കൂടി വായിച്ചിട്ട് നമുക്ക് ഈ സംസ്മരണം ഇവിടെ അവസാനിപ്പിക്കാം. मैंने युद्ध को पहली बार इतने करीब से जाना था. यूं तो युद्ध की हर कहानी ही बेचैन करने वाली होती है, मगर इस कहानी ने तो मेरे मन में ही घर कर लिया था.
അപ്പോൾ എന്താണ് ലേഖിക പറയുന്നത്? മൈനെ യുദ്ധക്കോ പഹലി ബാർ ഇത്തനെ കരീബ് സെ ജാൻതാ താ എന്ന് പറഞ്ഞാൽ ഞാൻ യുദ്ധത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് അറിയുന്നത്. യൂം തോ യുദ്ധക്കി ഹർ കഹാനി ഹി ബേചൈനി കർണേവാലി ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തെക്കുറിച്ചുള്ള ഓരോ കഥകളും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിലും മഗർ ഇസ് കഹാനിനെ തോ മേരെ മൻമേ ഹി ഗർ കർ ലിയാ ഹേ എന്ന് പറഞ്ഞാൽ ഈ കഥ എൻ്റെ മനസ്സിൽ എന്നും മായാതെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ലേഖിക പറയുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഭീകരതയും മാതൃസ്നേഹവും അപരിചിതർക്കിടയിലുള്ള സഹായവും എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ലേഖിക തൻ്റെ ഓർമ്മക്കുറിപ്പിലൂടെ നമ്മളെ ഇവിടെ മനസ്സിലാക്കി തരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാവുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ.